ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൻ്റെ സ്കൂളിലാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ണൻ്റെ സ്കൂളിൽ ഇൻ്റർ സ്കൂൾ ആൻഡ് കോളേജ് ശാസ്ത്ര പ്രദർശന മത്സരം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ണൻ പഠിക്കുന്നത് സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂൾ താമരച്ചാലിലാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ കൊല്ലവും നടത്തി വരാറുള്ള പരിപാടിയാണ്. ഞങ്ങൾ വന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ. ഇവിടെയെന്ന് പറഞ്ഞാൽ കുറേ സ്കൂളും കോളേജൊക്കെ പങ്കെടുക്കുന്ന ഒരു ശാസ്ത്ര പ്രദർശന മത്സരമാണ് കേട്ടോ. അതിൽ മെഡിക്കൽ കോളേജ് ഉണ്ട്, ഡെൻ്റൽ കോളേജ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട്, പിന്നെ കുറേ സ്കൂളുകളുണ്ട്, പിന്നെ മെഡിക്കൽ ക്യാമ്പും ഡെൻ്റൽ ക്യാമ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ തൈറോയിഡ്, ECG, ബ്ലഡ് ഷുഗർ, പിന്നെ BP ഇതൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ എക്സിബിഷൻ കാണാൻ ഇറങ്ങിയിട്ടോ. അപ്പോൾ കണ്ണൻ്റെ ഒപ്പം ഇച്ചൂട്ടനുണ്ട്, ആര്യയുണ്ട്, പിന്നെ ചേട്ടനും കൂടി ആയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവരിങ്ങനെ ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ഇഷ്ടമായി അവർക്ക്. എക്സിബിഷൻ കാണുമ്പോഴൊക്കെ പിള്ളേരാണ് അവരുടെ ഡൗട്ടൊക്കെ അവരോട് ചോദിച്ച് ക്ലിയർ ചെയ്യണത്. ഇത് കണ്ടപ്പോൾ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടോ. കാരണം അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് കിടക്കുന്നതായിട്ട് അവർക്ക് ഭയങ്കര ഒരു കൗതുകമായിരുന്നു. പിന്നെ ദേ ഇവിടെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനും അങ്ങനെ കുറേ മോഡൽസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർ നോക്കുന്നുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ദാനം ചെയ്യാൻ പറ്റിയൊരു അവസരം ഈ 18 65 ഇടയ്ക്ക് പൂർണ്ണ ആരോഗ്യമെന്നാണെങ്കിൽ 55 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ രക്തം ദാനം ചെയ്യണം എന്നാണ്. Inauguration of the free medical by our esteemed guest. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് കണ്ട് വന്നു കേട്ടോ. അത് ഓരോ ക്ലാസ് റൂമിലാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. ഓരോന്നും അവർ ഇങ്ങനെ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒട്ടും ബോറടിച്ചില്ല കേട്ടോ. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതൊരു സോങ് ഇട്ടിട്ടാട്ടോ പിള്ളേർ ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് ചെയ്തിരുന്നു. നമുക്ക് സോങ് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. പിന്നെ ഞങ്ങൾ വീണ്ടും എക്സിബിഷൻ കാണാൻ വേണ്ടി കയറി കേട്ടോ. ഇത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത്യാവശ്യം വലിയൊരു എക്സിബിഷൻ തന്നെയായിരുന്നു.
ഇതൊക്കെ കണ്ടപ്പോൾ ഈ ചുട്ടനും കണ്ണനും നല്ല ഹാപ്പി ആയിട്ടോ, അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഞങ്ങളത് ക്ലാസ് റൂമിലേക്ക് വന്നു. അവിടെ ഓരോ മോഡൽസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, സോളാർ സിസ്റ്റം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും അവർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിട്ടോ. പിള്ളേരോടാണ് കൂടുതൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എല്ലാ കുട്ടികളും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ഓരോ മോഡലിനെ കുറിച്ചും. പിന്നെ ചിലതൊക്കെ നമുക്ക് വർക്ക് ചെയ്ത് കാണിച്ചൊക്കെ തന്നിട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഓരോ ക്ലാസ് റൂമിലും ഞങ്ങൾ എക്സിബിഷൻ കാണാൻ വേണ്ടി കയറിയേക്കായിരുന്നു. ഇതാ മോൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചെയ്തേക്കുന്നത്. മോൻ്റെ വെച്ചില്ലേ നമ്മൾ ആൽഫി ഉണ്ടാക്കിയതാ. ഓക്കെ ഓക്കെ. ഇല്ല അമ്മ തൊടില്ല. ഇല്ല ഡോണ്ട് ടച്ച്. ഈ പാർക്കൊക്കെ ഇത് വേറെ കുട്ടി ഉണ്ടാക്കിയ സ്വരാക്ഷര പൂന്തോട്ടം. ഹിന്ദി ലെറ്റേഴ്സിൻ്റെ കണ്ടോ? ലൈറ്റ് അടിക്കണം. ടച്ച് ചെയ്തത് അതെ 5C. പിന്നെ ഞങ്ങൾ ഡെൻ്റൽ കോളേജ് നടത്തുന്ന എക്സിബിഷൻ്റെ അങ്ങോട്ടാണ് പോയത്. അവിടെ ഇതേ ബ്രെയിൻ പാർട്സും പിന്നെ ബോഡി പാർട്സൊക്കെ വെച്ചിട്ടുണ്ട്. അവർ നന്നായിട്ട് കുട്ടികളോട് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു കേട്ടോ. പിന്നെ അവിടെ പല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പല്ല് പൊങ്ങിയവർക്ക് കമ്പി ഇടുന്ന ടൈപ്പും അങ്ങനെയൊക്കെ പറഞ്ഞു അവർ. പിന്നെ കുറേ പല്ലിൻ്റെ കേസിൽ കുറേ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഞങ്ങൾക്കും കുറച്ച് ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളും അതൊക്കെ ചോദിച്ച് അവർ നന്നായിട്ട് ക്ലിയർ ചെയ്തു തന്നു കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളത് എല്ലാ നക്ഷത്രങ്ങളും വട്ടത്തിൽ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആരും സ്ക്വയറിൽ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് തിരിയ മാത്രമല്ല, പിന്നെ നെറ്റ് വെച്ചാൽ നടന്നു പോകും. ഇത് വെറും ഒരു പലകയാണ്, ഒന്നുമില്ല. നിങ്ങളുടെ ഗുരുസ്ഥാപനത്തെ ടച്ച് ചെയ്ത് കേട്ടോ. കണ്ടിട്ട് വേട്ടോ.
പിന്നെ ഞങ്ങൾ പോയത് കണ്ണൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ. ഇത് കണ്ണൻ്റെ സ്കൂളിൽ തന്നെയുള്ള സ്വിമ്മിംഗ് പൂളാണ്. അവിടെ കയാക്കിങ്ങും അങ്ങനെ കുറച്ച് മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. കണ്ണന് ഇതിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കയാക്കിങ്ങിനൊക്കെ അങ്ങനെ ചെയ്യാറായിട്ടില്ല. ഇത്രയും വലിയ പൂളല്ലേ, അപ്പോൾ ചെയ്യാറായിട്ടില്ല. പിന്നെ അതേ കണ്ണൻ്റെയൊക്കെ പൂള് ഇതാണ് കേട്ടോ. കണ്ണനെയൊക്കെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നത് ഈ ചെറിയ പൂളിലാണ് കേട്ടോ. അപ്പുറത്ത് വലിയ കുട്ടികളുടെ പൂളാണ്. പക്ഷേ ചെറിയ കുട്ടികൾക്ക് കയറാൻ വേണ്ടിയിട്ടാണ് വേറെ ഇതുപോലെ സൈക്കിൾ പോലെ എന്തോ, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതേപോലെ വച്ചേക്കുന്നത്. അപ്പോൾ കണ്ണന് അപ്പോൾ ഈ ചെറിയ കുട്ടികൾ കയറുന്ന ഏതിലെങ്കിലും കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്ക് ഒരു ഗാർഡുണ്ട്. അപ്പോൾ ആൾ കൊണ്ടുപോയിക്കോളും. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൽ കയറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ കണ്ണൻ അപ്പോൾ ഇതിൽ കയറണമെന്നുണ്ട്. അപ്പോൾ കണ്ണൻ ഇതിലാണ് കേട്ടോ കയറ്റിയേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല. ഇതിൽ ജസ്റ്റ് കയറ്റിയിരുത്തും, ബെൽറ്റ് ഇട്ട് കൊടുക്കും. പിന്നെ ഒരു ഗാർഡുണ്ട്. ആ ഗാർഡ് അവിടെ അങ്ങേറ്റം വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരും. അങ്ങനെയുള്ളൂ. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടി ചുമ്മാ കയറ്റിയേക്കനെയാണ്. കയാക്കിങ്ങിനൊന്നും ഇപ്പോൾ കയറ്റാറായിട്ടില്ലല്ലോ. അതൊക്കെ കുറച്ച് വലിയ കുട്ടികൾക്കല്ലേ. അപ്പോൾ ജസ്റ്റ് ഇതിലൊന്ന് കയറി അവനൊന്ന് പോയിട്ട് ഇങ്ങോട്ട് പോന്നു. ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങോട്ടാണ് കേട്ടോ വന്നത്. ഞങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പിൽ കയറാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കയറിയില്ല. പിന്നെ ഇവിടെ ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സും പിന്നെ വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഫുഡ് കോർണറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.